ഭാഷകളാണ്. ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യാതിരുന്നാൽ ജാതി പോകും. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വിൽ കാസ്റ്റ് സിസ്റ്റം ഡിസപ്പിയർ ഇഫ് യു ഡോണ്ട് റെഫർ ടു ഇറ്റ്? അതിനെക്കുറിച്ച് പറയാതിരുന്നാൽ തന്നെ അങ്ങ് പോകുമോ? അപ്പോൾ നമ്മൾ നോക്കണം, എന്താണ് ഒരു കെട്ടിടം താങ്ങി നിർത്തിയിരിക്കുന്ന 4 തൂണുകളാണെന്നിരിക്കട്ടെ. ആ തൂണുകളിൽ ഓരോന്നോരോന്നായിട്ട് വെട്ടിയിടുമ്പോൾ കെട്ടിടം താഴെ വീഴും. അതിൻ്റെ വേരുകൾ നോക്കുക. എങ്ങനെയാണ് ജാതി ഉണ്ടായത്? സോഷ്യൽ കൺസ്ട്രക്റ്റാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്, സൂപ്പർസ്റ്റിഷനാണ്. അപ്പോൾ ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുണ്ടാക്കിയതാണ്, ചോദിച്ചുണ്ടാക്കിയതാണ്, നിലനിർത്തുന്നതാണ്. അപ്പോൾ ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യാതിരുന്നാൽ ജാതി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പോകും. കാരണം അങ്ങനെ ഇതിൻ്റെ നിർമ്മാണ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒരു കാര്യത്തിൻ്റെ നിർമ്മാണ വസ്തുക്കളെല്ലാം നമ്മൾ വേർതിരിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ വസ്തു ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള യുക്തിയാണ്. എന്നാലും നിലനിൽക്കുന്ന ഒന്നുമില്ല. അത് ആത്മീയവാദമാണ്. പറഞ്ഞു തന്നെ ഉണ്ടാക്കുന്നത്, ചോദിച്ച് തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ തന്നെയാണ് നിലനിർത്തുന്നത്. അഡ്മിനിസ്ട്രേഷൻ ചിലപ്പോൾ സർക്കാർ ചോദിക്കും, നമ്മളതിനെക്കുറിച്ച് പറയും, നമ്മൾ പഴയ കഥകളൊക്കെ ഇറക്കും, നമ്മൾ റിപ്രഷനെ കുറിച്ച് പറയും, ചിലർ പഴയ മാഹാത്മ്യത്തെക്കുറിച്ച് പറയും. ഇതെല്ലാം തന്നെ ജാതിയെ നിലനിർത്തുന്ന കാര്യങ്ങളാണ്. ജാതി സാഹിത്യം ജാതിയെ നിലനിർത്തുന്നതാണ്. കാരണം നിങ്ങളിങ്ങനെ പതപ്പിച്ച് നിർത്തുകയാണ്, പോകാൻ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും ഇതിന് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതി ആരും ചോദിക്കുകയില്ല, നിങ്ങൾ ജാതി ആരോടും പറയുകയില്ല. നിങ്ങൾ 2 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാകും. കാര്യം നിങ്ങൾക്ക് ഈ ജാതി ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സംഗതി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യം, ജാതി പറയുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ജാതി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ജാതി പൂക്കളിലും പറഞ്ഞ അതേ കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ന് ജാതി സംസാരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജാതി അടിസ്ഥാനത്തിൽ മനുഷ്യരെ സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജാതി സംവരണം. സിമ്പിൾ, കൂടുതൽ വളച്ചുകെട്ടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പിന്നെ ജാതിപരമായ ആനുകൂല്യങ്ങൾ, പിന്നെ വേറൊന്നുണ്ട് ജാതിപരമായിട്ടുള്ള പ്രിവിലേജുകൾ. ജാതിപരമായ പ്രിവിലേജ് ഡിസ്ക്രിമിനേഷനിൽപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, പഴയ നമ്പൂതിരി ആയിരുന്നു ഈ ഭൂമിയെല്ലാം ഓൺ ചെയ്തിരുന്നത്, ജന്മിയായിരുന്നു. ജന്മം കൊണ്ട് തന്നെ അയാൾ അതിൻ്റെ ഓണറാകുകയാണ്, പിന്നെ അയാളെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര കാടൻ വ്യവസ്ഥകളാണ്, ഇൻഹ്യൂമനായിട്ടുള്ള അവസ്ഥകളാണ്. ഇത് നമ്മൾ അതിൽ നിന്നെല്ലാം പുറത്ത് കഴിഞ്ഞിട്ട് ആ പ്രിവിലേജുകളെല്ലാം നമ്മൾ റദ്ദാക്കിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ വീണ്ടും നമ്മളതിൻ്റെ റിവേഴ്സായിട്ട് വീണ്ടും റീസൈക്ലിംഗ് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അന്ന് നിങ്ങളുടെ മുൻ തലമുറക്കാർ അങ്ങനെയൊക്കെ അനുഭവിച്ചല്ലേ, എന്നാൽ ഞങ്ങൾ കുറച്ച്